ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഐഫോൺ 16 ലോഞ്ച് ചെയ്തതിനെ പറ്റിയാണ്. മിനിഞ്ഞാന്നാണ് അതിൻ്റെ പ്രീ ഇവന്റ് നടന്നത്. ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി ഇറങ്ങിയ ഒരു മോഡലാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആദ്യമായിട്ട് ആപ്പിൾ ഐഫോണിൽ കൊണ്ടുവരുന്ന ഒരു മോഡലും കൂടെയാണ് ഐഫോൺ 16. എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം AI വരുന്നു, പിന്നെ അത് ആപ്പിളിലൂടെ എങ്ങനെ പോകുന്നു എന്നറിയാനും, പുതിയ iOS 18 ലോഞ്ചും, ആപ്പിൾ വാച്ചിന്റെ പുതിയ സീരീസ്, എയർപോഡിന്റെ പുതിയ സീരീസ് ഒക്കെ ലോഞ്ച് ചെയ്ത ഒരു ഈവന്റ് ആയിരുന്നു അത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ ഒരുപാട് നല്ല വ്യത്യാസങ്ങളോട് കൂടിയാണ് ഒരു ഐഫോൺ 16 അവർ ലോഞ്ച് ചെയ്തത്. കുറെ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ആപ്പിൾ ഇന്റലിജൻസ് ആപ്പിൾ 16 മോഡലിൽ ഉണ്ടാവുമോ അതോ ബാക്കിയുള്ള പ്രോ വേരിയന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതെന്തായാലും ആപ്പിൾ മാറ്റിയിരിക്കുകയാണ്. ഐഫോൺ 16 ബേസിക് തൊട്ട് നിങ്ങൾക്ക് പിന്നെ AI സിറി, AI ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്. അത് നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ്. ഒരു ഹോട്ട് കേക്ക് ആക്കി മാറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആപ്പിൾ 16 നല്ല ഡിമാൻഡിങ് ആവും. പൊതുവെ ആപ്പിള് ഇപ്പം ഇതിൽ കൂടെ ലക്ഷ്യമിടുന്നത് പഴയ യൂസേഴ്സിനെ, അതായത് 15 ഉള്ളവര് 14 ഉള്ള പഴയ ഐഫോൺ യൂസേഴ്സിനെ പുതിയ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഇതും കൂടെ അതിൻ്റെ അകത്തുണ്ട്. അതാണ് ഒരു പുതിയ യൂസറെക്കാട്ടിയും അവര് കൂടുതലും ശ്രമിക്കുന്നതും അതാണ്. കാരണം 15 പ്രോയ്ക്ക് മുതലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്കാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും 15 യൂസ് ചെയ്യുന്നവനും അല്ലെങ്കിൽ 14 യൂസ് ചെയ്യുന്നവരൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കമ്പൽസറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ഐഫോൺ 16 AI ഫീച്ചർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഐഫോൺ 16 എന്തായാലും പർച്ചേസ് ചെയ്യേണ്ടി വരും. അത് മാർക്കറ്റിൽ നല്ലൊരു ഐഫോൺ 16 എസ്പെഷ്യലി 16 സെയിൽ നല്ല രീതിയിൽ വർദ്ധിക്കും. പ്രോ സീരീസിലും അവർ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറയാണേലും എല്ലാ രീതിയിലും നല്ല മാറ്റങ്ങൾ. 48 MB വൈഡ് ക്യാമറയാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. ബാക്കില്, ഫ്രണ്ടില് 12ഉം അതും നല്ലൊരു രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. മൊത്തത്തിൽ പ്രോ സീരീസ് കിഡിലനായിട്ടാണ് അവർ ഇറക്കിയേക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് നല്ല ഇൻക്രീസ് ഉണ്ട്. ചെറിയ ഫിസിക്കലി വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ് 16 സംബന്ധിച്ച് 1 മണിക്കൂറിന്റെ ഒരു ഇൻക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ പ്രോ വേരിയന്റിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇൻക്രീസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിങ്ങിന്റെ കാര്യത്തിലും നല്ല രീതിയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഗെയിംസും നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിംസൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ ഗെയിമിങ്ങിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്രാവശ്യം ആപ്പിൾ 16 സീരീസ് പുറത്തിറങ്ങിയേക്കുന്നത്. കൂടാതെ ആപ്പിൾ വാച്ചും നല്ല ഒരു ബ്ലാക്ക് ഉള്ളതൊക്കെ എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് ആയി മാറിയിരിക്കുകയാണ്. അത് നല്ല രീതിയിലുള്ള ഒരു ലുക്കും അതിന്റെ ബാക്കിയുള്ള AI വാച്ചിനും അവര് ഇറക്കുന്നുണ്ട്. അപ്പം അത് ഒരു മൊത്തത്തിലൊരു ഹാപ്പി ന്യൂസ് ആണ്. ഇതുവരെ ഇറങ്ങിയ മോഡലിൽ നിന്നും 16 എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഇനി ഉള്ള കാലം AI കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സീരീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സീരീസ് ആയി മാറിയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആ ഒരു ഇത് ഉണ്ടായതുകൊണ്ടൊരു ഒരു മേജർ അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ iOS 18 നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സിറിയിലുള്ള മാറ്റങ്ങള്, പിന്നെ ക്യാമറയിലുള്ള മാറ്റങ്ങള് എല്ലാം നല്ല രീതിയിലുള്ള ഒരു ഇതാണ് പൊതുവെ പിന്നെ ഐഫോൺ 16 സീരീസിൽ അവർ ഇറക്കിയിരിക്കുന്നത്. അതുകൂടാതെ നമ്മളെല്ലാവരും ചിന്തിക്കും ഇത്രയും സംഭവങ്ങൾ ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും വില അല്പം കൂടുതലായിരിക്കില്ല. പക്ഷെ ഹാപ്പി ന്യൂസ് എന്ന് പറയട്ടെ, വില അവരിപ്പോ പ്രോ സീരീസിലൊക്കെ ഒരു 15,000 രൂപയുടെ മേലെ ഉള്ള ഒരു കുറവ്, കൂടേണ്ട സ്ഥാനത്ത് കുറവ് വന്നു. അത് ഈ എല്ലാവരെയും സംബന്ധിച്ച് ഭയങ്കര ഒരു വലിയൊരു ഇതായി മാറി. കാരണം പ്രോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറെ പേർക്ക് അതൊരു ഹാപ്പി ന്യൂസ് ആണ്. അപ്പം എല്ലാവർക്കും പ്രോ ട്രൈ ചെയ്യാൻ പറ്റും.
അങ്ങനെ പൊതുവെ ആപ്പിൾ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഒരല്പം വെയിറ്റ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മേജർ ആയിട്ടുള്ള 18 ഇറങ്ങി അതിന്റെ സ്വാഭാവികമായിട്ടും അതിന്റെ ബഗ്ഗും ഇതൊക്കെ ഫിക്സ് ചെയ്ത് ഒരു ഡിസംബറോട് കൂടിയായിരിക്കും അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്മളൊരു 18 ആണെങ്കിലും ഉള്ള ഒരു അപ്ഡേറ്റിലേക്ക് അത് വരിക, ഫുള്ളി ഒരു ഇത് വരിക. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യുക, അല്ലാത്തൊരു ഇപ്പം തന്നെ ഫോൺ പ്രീ ബുക്ക് ചെയ്യുക. സെപ്റ്റംബർ ഈ മാസം 20 19-20 കൂടി അത് അവൈലബിൾ ആകും. അപ്പം കുറെ പേര് പ്രീ ബുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. എന്നാലും എല്ലാ രീതിയിലും ആപ്പിൾ യൂസേഴ്സിനും നോൺ ആപ്പിൾ യൂസേഴ്സിനും ഇതൊരു ഹാപ്പി ന്യൂസ് ആണ്. ഞാനും തീർച്ചയായും എനിക്ക് പ്രോ സീരീസ് ട്രൈ ചെയ്യണമെന്നുണ്ട് ഇപ്രാവശ്യം. കാരണം എസ്പെഷ്യലി എന്നെ ഒരു ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം AI തന്നെയാണ്. അതുകൂടാതെ ക്യാമറ പ്രോ സീരീസിലെ ക്യാമറ സിനിമാറ്റിക് മോഡ് എന്നൊക്കെ പറയുന്ന വേറെ ലെവലിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗെയിമിങ് അതും നല്ലൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽസിന് എന്തൊക്കെ വേണമെന്ന് മനസ്സറിഞ്ഞ് അവർ പ്രോ സീരീസിൽ ചെയ്തിട്ടുണ്ട്.